Hello children, it's about the last class of this unit. Here two more experiments are there. രണ്ട് പരീക്ഷണം കൂടെ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് എന്താണ്, എയർ ഒക്യുപ്പൈ സ്പേസ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു ട്യൂബിലൂടെ നമ്മൾ ഊതുമ്പോൾ ആ ട്യൂബിന് ഒരറ്റം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നു, ബബിൾസ് വരുന്നു, അതിനുള്ള കാരണം. സെക്കൻഡ് വൺ, ടു മേക്ക് എ പ്രഷർ ഗേജ് ടു മെഷർ pressure of liquids, and also we have seen that when the depth increases ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതൊക്കെ തെളിയിപ്പിക്കുന്നുള്ള രണ്ട് പരീക്ഷണം കൂടി വി വിൽ സി ദാറ്റ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ഇൻ ടെക്സ്റ്റ് ബുക്ക് വൺ തിങ് ഈസ് ഗിവൺ. ഞാൻ അതിന് പകരം അതുപോലുള്ള വേറൊരു എക്സ്പെരിമെൻറ്റ് കൊടുക്കുന്നു. നിങ്ങൾ ഞാൻ പറയുന്നതോ ടെക്സ്റ്റിലുള്ളതോ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. ഈ രണ്ട് എക്സ്പെരിമെൻറ്റ്സും യു ക്യാൻ ഡു അറ്റ് യുവർ ഹോംസ്. ഓക്കെ. Air takes space. It is a known fact that humans, along with other living beings, breathe air to live. Air is colorless and cannot be seen, but its presence can be felt everywhere. Materials needed for this experiment is water, bucket and an empty bottle. Now we have to check whether this empty bottle is really empty. ഇത് ഈ empty എന്ന് പറയുന്നത്, അതായത് ശൂന്യം എന്ന് പറയുന്ന ബോട്ടിൽ ശൂന്യമാണോ എന്ന് നമുക്ക് നോക്കാം. എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് കുത്തനെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, വാട്ടർ ഈസ് നോട്ട് എൻറ്ററിങ് ഇൻ ടു ദ ബോട്ടിലോട്ട് അധികം വെള്ളം കയറുന്നില്ല, അതിങ്ങനെ ഇരിക്കുന്നു. നൗ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ഇൻക്ലൈൻ ഇറ്റ്, ഒന്ന് ചരിക്കണം. ചരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വെള്ളം അകത്തേക്ക് കയറുകയും ചെയ്യുന്നു. the same time some bubbles are going up and they are breaking at the surface of the water. അവിടെ നിന്ന് പൊട്ടി പോകുന്നു. എന്താണ്, ദിസ് ഈസ് എയർ ഓൺലി. ഈ കുപ്പിക്കകത്തിരുന്ന വായു ബബിൾസ് ആയിട്ട് മാറി മുകളിലോട്ട് പോയി വാട്ടറിൻ്റെ സർഫസിൽ വന്ന് പൊട്ടി എയർ പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. സോ അവസാനം മൊത്തം ഈ വായു പോയി കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ദ ബോട്ടിൽ വെള്ളം മൊത്തം കയറിയിട്ടും ഉണ്ടാകും. വായു പോകുന്നതനുസരിച്ച് വെള്ളം അകത്തിയിട്ട് കയറി പോകുന്നു. നേരത്തെ അത് വായു ഉണ്ടായിരുന്നുകൊണ്ട് വെള്ളം കയറി. Now we will see how to make a pressure gauge to measure the pressure of liquids എന്നുള്ളത് നോക്കാം. You can do it at your home also. First we will see which are the things needed for this experiment. A cardboard or a wooden piece. അതിലാണ് നമുക്ക് എന്ത് ചെയ്യണം, we have to fix this gauge ഫിക്സ് ചെയ്യേണ്ടതിലാണ്. പിന്നെ ഒരു ട്യൂബ് വേണം, പ്ലാസ്റ്റിക് ട്യൂബ്, മാസൻ ട്യൂബ് അല്ലേ, അതുപോലത്തെ നമ്മളെ PVC കടകളിൽ കിട്ടും. ഇത്തിരി ഒരു എൻഡ് ഇത്തിരി അല്ലെങ്കിൽ വലിയ ഒരു ട്യൂബായിരിക്കണം. അതിൻ്റെ കുറച്ച് നിങ്ങൾ മുറിച്ച് വാങ്ങിക്കുക, എബൌട്ട് ഒരു 10-25 സെൻറ്റിമീറ്ററോളം. പിന്നെ ക്ലിപ്സ് ഉണ്ടല്ലോ, അത് ഫിക്സ് ചെയ്യാനുള്ള ക്ലിപ്സുകളുണ്ട്. അതും നിങ്ങൾക്ക് ഈ PVC സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ നമുക്ക് അത് വാങ്ങിക്കാൻ പറ്റും. ദിസ് ഈസ് എ ഫണൽ, അറിയാലോ ഫണൽ, പ്ലാസ്റ്റിക് ഫണൽ, അതും വേണം. പിന്നെ ഒരു ബലൂൺ വേണം, അതിൻ്റെ ഒരു ഡയഫ്രമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബലൂൺ വേണം. ദെൻ ഉജാല, നിറമുള്ള ജലം, വെറുതെ ജലം ഒഴിച്ചാൽ അതിൻ്റെ മൂവ്മെൻറ്റ് ശരിക്കും അറിയത്തില്ല. സോ കളേർഡ് വാട്ടർ ആണെങ്കിൽ ത്രൂ ദിസ് ട്യൂബ് ദ മൂവ്മെൻറ്റ് ഓഫ് ഈ വാട്ടർ നമുക്ക് ശരിക്കും പറയാൻ പറ്റും. ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഒരു വരച്ച രണ്ട് സൈഡിൽ ഒരേ ഭാഗങ്ങൾ, കാരണം ആ ഭാഗത്തിനുള്ളിലാണ് നമുക്ക് നിൽക്കേണ്ടത്. ഈ ട്യൂബ് ഘടിപ്പിക്കേണ്ട ഈ രണ്ട് ഭാഗത്ത് നിങ്ങൾ യു ഹാവ് ടു ഡ്രാ ലൈൻസ്. അതിനുശേഷം വി ഹാവ് ടു ടേക്ക് ദിസ് ദാറ്റ് പൈപ്പ്, ആ ട്രാൻസ്പാരൻ്റ് പൈപ്പ് എടുക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഫിക്സ് ദിസ് ദാറ്റ് ക്ലിപ്സുകൾ ഫിക്സ് ചെയ്ത് ഒരു യു ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്ത് യു ഷേപ്പിലാക്കുക. നമുക്ക് നിങ്ങൾക്ക് അടുത്തുള്ള ഈ PVC സാധനങ്ങൾ വിൽക്കുന്ന നമ്മളെ പൈപ്പ്, മോട്ടോഴ്സ് ഒക്കെ വിൽക്കുന്ന കടകളിൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അവിടെ നിന്ന് പോയി വാങ്ങിക്കുക. ആ താഴെ നിൽക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ലൈനിൽ ഇതിൻ്റെ യു എന്ന ഭാഗം വളഞ്ഞ് തൊടുക. അങ്ങനെ അതിനു വേണ്ടിയാണ് വി ഹാവ് ഡ്രാൻ ദിസ് 2 ലൈൻസ് ഫസ്റ്റ് ടൈം. പിന്നെ അതുപോലെ ക്ലിപ്പ് ചെയ്ത് നമ്മൾ വി ഹാവ് ടു മുകളിലോട്ട് പോവുകയാണ്. അതിനുശേഷം നമുക്ക് മുകളിലത്തൊരു വരയുണ്ടല്ലോ, ആ വരയിൽ, അതായത് നമ്മൾ തുടങ്ങിയത് ഇപ്പുറത്തെ ഭാഗത്ത് തുടങ്ങിയല്ലോ, ആ ഭാഗത്ത് കൊണ്ടുവച്ച് എന്ത് ചെയ്യുക, അതങ്ങ് അഗെയിൻ ക്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അതിൻ്റെ മേക്കിംഗ് ഏകദേശം നമുക്ക് കഴിയാറായി. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇതൊക്കെ ചെയ്യണം. വീട്ടിൽ യു ക്യാൻ ടേക്ക് സം ഹെൽപ്സ് ഓഫ് യുവർ പാരൻസിൻ്റെ സഹായത്തോടെയൊക്കെ ചെയ്യുക. ദെൻ ഇനി എന്താണ്, ആ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് നമ്മൾ വി ആർ നോട്ട് ഗോയിങ് ടു ഫിക്സ് ഇറ്റ് ഓൺ ദിസ് ബോർഡ്. കുറച്ച് ഒന്ന്
മാത്രം ഒന്ന് ഫിക്സ് ചെയ്യുന്നു. ഇനി ബാക്കി നമ്മൾ ലൂസായി ഇടുകയാണ്. ഇനി ഇതിൻ്റെ ഹോള് ചെറുതാണ്. ഈ ഫണൽ ഇതിനകത്തോട്ട് കയറ്റണം. ചില സമയങ്ങളിൽ പറ്റത്തില്ല. സോ അതെന്ത് ചെയ്യണം, ഒരു മെഴുതിരിയോ അല്ലെങ്കിൽ തീപ്പെട്ടിയോ അതിൻ്റെ എൻഡിൽ കാണിച്ചിട്ട് ആ ട്യൂബ് ചെറുതായിട്ടൊന്ന് ഉരുക്കണം. ഒരുപാട് ഉരുക്കിക്കളയാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കുമ്പോഴത്തേക്ക് എന്തോന്നും അതൊന്ന് ലൂസാവും. ആ സമയത്ത് എന്ത് ചെയ്യണം, ഇതിൻ്റെ വലിപ്പമുള്ള ആ ഫണലിൻ്റെ എൻഡ് വലിപ്പമുള്ള ഏതൊരു സാധനം അങ്ങ് കയറ്റി അത് ട്യൂബ്, ആ പ്ലാസ്റ്റിക് ട്യൂബ് നമ്മൾ വലുതാക്കുക. വലുതാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഇതുപോലെ നിങ്ങൾ അത് എന്തെങ്കിലും ഒരു സാധനം വേണ്ട, അതിനുശേഷം ആ ഫണൽ എടുക്കുക. ആ ഫണൽ ഭംഗിയായിട്ട് വി ഹാവ് ടു ഇൻസേർട്ട് ഇൻ ദിസ് ട്യൂബ്. ഈ ട്യൂബിനകത്തോട്ട് നമ്മൾ ഇത്തിരി പ്രഷർ ഉപയോഗിച്ച് നമ്മൾ നല്ല ബലം പ്രയോഗിക്കേണ്ടി വരും. അതങ്ങ് തണുക്കരുത്. ഈ തണുക്കും മുമ്പേ ഇതങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അതിനുശേഷം ഗ്യാസ് അകത്തോട്ടും പുറത്തോട്ടും പോകാതിരിക്കാൻ വേണ്ടി വി ഹാവ് ടു ഒരു സെല്ല് ടേപ്പോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടോ വി ഹാവ് ടു കവർ ഇറ്റ്, ഭംഗിയായിട്ട് കയറണം. എന്നാണ് ടു അവോയ്ഡ് ദ പ്രഷർ എയർ അകത്തോട്ടും പുറത്തോട്ടും പോകാതെ സേഫായിട്ട് വയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ആ ട്യൂബിനും ഫണലിനും ഇടയ്ക്ക് നമ്മൾ ചുറ്റുന്നത്. അതിനുശേഷം എന്താണ്, വി ഹാവ് ടു ടേക്ക് ദിസ് ബലൂൺ എടുക്കുക. അതിൻ്റെ ആ വാലിലുള്ള ഭാഗം വി ഹാവ് ടു കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഫണലിൻ്റെ മൗത്ത് ഉണ്ടല്ലോ, മൗത്ത് ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഇൻസേർട്ട് ഇറ്റ്സ്. അതിങ്ങനെ ഒരു ഡയഫ്രം പോലെ ഇരിക്കും. വളരെ സൂക്ഷിച്ച് ചെയ്യുക. കണ്ടോ, നല്ല ടെമ്പറിലായിട്ട് ഇരിക്കുകയാണ്. ഇനിയും ഇവിടെയും ദർ ഇസ് എ ചാൻസ് ഈ ബലൂൺ എന്താണ് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അവോയ്ഡ് ദാറ്റ്. അഗെയിൻ ഹിയർ ഈ ഫണലും ബലൂണും ചേർത്ത് അഗെയിൻ വി ആർ ഇൻസുലേഷൻ ടേപ്പ് നമ്മൾ ചുറ്റി വയ്ക്കുന്നു. ഓക്കെ, നമ്മൾ ചുറ്റുന്നു. അതിനുശേഷം ഡബിൾ സൈഡഡ് ഇതുണ്ടല്ലോ ടേപ്സ്, അതെടുക്കുന്നു. കാരണം നമ്മൾ ഇനി അളക്കാൻ വേണ്ടി വി ഹാവ് ടു ഫിക്സ് എ സ്കെയിൽ ഓൺ ദ സൈഡ് ഓഫ് ദിസ്. ഫസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തില്ല, ആ സൈഡിൽ ഒരു സ്കെയിൽ വേണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, വി ഹാവ് ടു ടേക്ക് എ ഡബിൾ സൈഡഡ് സ്റ്റിക്കർ അല്ലെങ്കിൽ ആ ടേപ്പ് എടുക്കുക. ഒരു സൈഡ് അതിൻ്റെ സ്കെയിലിൻ്റെ അടിഭാഗത്ത് എന്ത് ചെയ്യുക, ആ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞിട്ട് 3 സ്ഥലത്തായിട്ട് നമ്മൾ വി ഹാവ് ടു സ്റ്റിക്കർ ഒട്ടിക്കുക. അതിനുശേഷം 3 ഭാഗത്തും ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കിലും വീണ്ടും ഒരു സ്റ്റിക്കർ ഉണ്ടാവും, അത് ഇളക്കി കഴിയുക അല്ലേ. അതിനുശേഷം ആ ട്യൂബിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആ വരയ്ക്ക് തൊട്ട് താഴെയായി നമ്മൾ മുകളിൽ വരച്ചു താഴെയും വരച്ചു. ആ മുകളിൽ വരച്ച് അവിടെ നിന്ന് തുടങ്ങി താഴോട്ട് രീതിയിൽ എന്ത് ചെയ്യുക, വി ഹാവ് ടു ഫിക്സ് ദിസ് സ്കെയിൽ ഓൺ ദ ബോർഡ്. ഈ ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ഫിക്സ് ചെയ്യാം. ലിസൺ, ആ സ്റ്റിക്കർ ഇളകി കളയുന്നു. ദെൻ ഇറ്റ് വിൽ ഫിക്സ്. ആ വരയ്ക്ക് തൊട്ട് താഴെയായി കൊണ്ടുവയ്ക്കുന്നു. ദെൻ വി ആർ ഫിക്സിങ് ദ സ്കെയിൽ. ഇതിനാണ് ടു മെഷർ ദ ഈ ലിക്വിഡിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ, അതിന് വേണ്ടിയാണ് നമ്മൾ സ്കെയിലിൽ വയ്ക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ 1, 2, 3, 4, 5 മുകളിലോട്ട് പോകത്തക്ക രീതിയിലാണ് വി ഹാവ് ടു ഫിക്സ് ഇറ്റ്. അതിനുശേഷം കുറച്ച് വെള്ളം എടുക്കുക. വെള്ളത്തേക്ക് ഒരുപാട് ഉജാല കട്ടി കൂടി പോകരുത്. നമ്മുടെ ഉദ്ദേശം എന്താണ്, ഈ ട്യൂബിനകത്തോട്ട് ഈ വാട്ടർ ഒഴിക്കേണ്ടതാണ്. വെറും വാട്ടർ ആണെങ്കിൽ വി കനോട്ട് ക്ലിയർലി സീ ദ റൈസിങ് ആൻഡ് ഡൗണിങ്. ഈ ട്യൂബിനകത്ത് പച്ചവെള്ളമാണെങ്കിൽ എന്ത് കാണത്തില്ല, പൊങ്ങുന്നതും ക്ലിയറായിട്ട് അറിയാം. അത് ക്ലിയറായിട്ട് അറിയാൻ വേണ്ടിയാണ് വി ആർ ആഡിങ് ദിസ് ഉജാല. ഈ ഉജാല ആഡ് ചെയ്ത് ഒന്ന് കലക്കിയെടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നൈസാക്കി എന്ത് ചെയ്യുന്നു, ആ ട്യൂബിനകത്തേക്ക് ഒഴിക്കുന്നു. ആ സ്കെയിലിൽ തൊട്ടപ്പുറത്തുള്ള ആ ഭാഗത്തൂടെ വി ആർ പോറിങ് ദിസ് കളേർഡ് വാട്ടർ ഇൻ ടു ദ ട്യൂബ്. ആ ട്യൂബിനകത്തേക്ക് ഒഴിക്കുക. ശ്രദ്ധിച്ചൊഴിക്കുക. അവിടെ വീടുകൾ നാശാകാതെ വളരെ ശ്രദ്ധിച്ച് അത് ഒഴിക്കുക. ഓക്കെ, ഇനി താഴത്തെ ഫ്രീ എൻഡ് എന്നാണ് നമ്മൾ ഫണലും ബലൂണൊക്കെ ഘടിപ്പിച്ച് ഇരിക്കുകയാണ്. ഇനി നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, പ്രഷർ എയർ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് എയർ തള്ളി പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് വെള്ളം മുകളിലോട്ട് പോകുന്നു. വിടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ദാറ്റ് എയർ തിരിച്ചിറങ്ങുന്നു. അതിൻ്റെ ഫലമായിട്ട് വെള്ളവും തിരിച്ചിറങ്ങുന്നു. മുകളിലോട്ടും താഴോട്ടും എയർ പ്രഷറിൻ്റെ കാര്യം ലിക്വിഡ് പ്രഷറും കൊണ്ടാണ് അവ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടും പോകുന്നത്. നോക്കണം, കണ്ടപ്പോൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ സ്കെയിലിൻ്റെ ആ മാർക്കിങ് അനുസരിച്ച് വി ക്യാൻ മെഷർ ഹൗ മച്ച് പോകുന്നത്. ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നിങ്ങൾ ബക്കറ്റിൽ പല സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സർഫസിൽ വെള്ളത്തിൻ്റെ മധ്യഭാഗത്ത് ഏറ്റവും താഴെ അങ്ങനെ പല ഭാഗത്ത് നോക്കിയപ്പം അപ്പോൾ നിങ്ങൾ തന്നെ വി ഹാവ് ടു മെഷർ ദ പ്രഷർ എഴുതണം. ഒരു നോട്ട്ബുക്കിൽ പൊസിഷൻ എവിടെ നിന്നുള്ള എഴുതി വെച്ചിട്ട് നിങ്ങൾ അതും നോട്ടിൽ കുറിച്ച് വയ്ക്കണം. അപ്പോൾ ഡിഫറെൻറ്റ് പൊസിഷനിലാകുമ്പോഴത്തേക്ക്
വെള്ളത്തിൽ ഒരുപാട് താഴ്ന്നു പോകുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, കൂടുതൽ വെള്ളം പോകുന്നതായിട്ട് കാണുമായിരിക്കും അല്ലേ. ദറ്റ് യു ഹാവ് ടു ലുക്ക്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക. അതിന് എഴുതി വെച്ചതിന് ശേഷം ലാസ്റ്റ് യു ഹാവ് ടു കം ടു ആൻ കൺക്ലൂഷൻ. അപ്പോൾ അതൊരു കൺക്ലൂഷനിലെത്താൻ നിങ്ങൾക്ക് പറ്റും. എന്താണ്, ഈ ഡെപ്ത് അനുസരിച്ച് ലിക്വിഡ് പ്രഷർ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്ക് തന്നെ സ്വയം അത് ചെയ്ത് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്ത് മനസ്സിലാക്കി യു നെവർ ഫർഗെറ്റ് ദിസ്.